إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ ഒന്നൊഴിയാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ ഏറ്റവും ഈമാനുള്ള അവസ്ഥയിൽ മരിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ. ആ റമദാനിന്റെ അവസാനത്തിലാണ് നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നത്. ഒരുപാട് പുണ്യങ്ങളുമായി വന്ന ആ റമദാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് റമദാൻ അല്ല നമ്മിൽ നിന്നും വിട പറയുന്നത്, നാമാണ് റമദാനിൽ നിന്നും വിട പറയുന്നത്. അടുത്ത വർഷവും റമദാൻ കടന്നു വരും. പക്ഷേ ആ റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്നതാണ് സംശയകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ അവസാനത്തിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകേണ്ട ചിന്തകളുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഈ റമദാനിന്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞു പോയ റമദാനിന്റെ ദിവസങ്ങളെ എത്ര കണ്ട് എനിക്ക് ഉപയോഗപ്പെടുത്തുവാൻ പറ്റി, ഏത് രൂപത്തിലാണ് ആ റമദാനിനെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന ആത്മവിചിന്തനമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. ഇനിയുള്ള 2-3 ദിവസങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അടുത്ത റമദാൻ കിട്ടില്ല എന്ന ബോധ്യത്തോടെ പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനാണ് നാം ഓരോരുത്തരും തയ്യാറാവേണ്ടത്. സാധാരണ റമദാനിനെ കേവലം ഒരു ആരാധനകൾ നിർവഹിക്കാൻ മാത്രമായ ഒരു മാസമായി ആളുകൾ കാണാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റമദാനിൽ മാത്രമാണ് ആരാധനകളുള്ളത്. അമലുകൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നിർത്തിവെക്കുന്ന സ്വഭാവം നമുക്ക് അവരിൽ കാണുവാൻ സാധിക്കും. ചില സീസണിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ, അത്തരക്കാർ ഒരിക്കലും ഒരു വിശ്വാസി ആ സ്വഭാവത്തിലല്ല ഉണ്ടായിരിക്കേണ്ടത്. അത്തരക്കാരുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ
മരണം എത്തുന്നത് വരെ ഇബാദത്തിലായിക്കൊണ്ടായിരിക്കും ഒരു വിശ്വാസി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ എത്തുന്നത് വരെ, മരണം എത്തുന്നത് വരെ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വിശ്വാസി മരണപ്പെടുക അവന്റെ നെറ്റിയിലെ വിയർപ്പ് തുള്ളി ഉറ്റിക്കൊണ്ടായിരിക്കും, ആ അവസ്ഥയിലായിരിക്കും. ആ വിയർപ്പ് തുള്ളി നിൽക്കെ തന്നെ അവൻ ഇബാദത്തുകളിലും അതുപോലെയുള്ള അല്ലാഹുവിന്റെ ദീനിനായിക്കൊണ്ടുള്ള ദഅവത്തിന്റെ പ്രവർത്തനങ്ങളിലുമാണ്. അവൻക്ക് വിശ്രമമില്ല. ഒരു സീസണിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനല്ല അവൻ. ജീവിതം മുഴുവൻ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കും ഒരു വിശ്വാസി. ആ ഗുണത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടേണ്ടത് എന്നതാണ്. സലഫുകളോട് ഈ റമളാനിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയുണ്ട്. ബിഅ്സൽ ഖൗമു ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. എന്തൊരു മോശക്കാരാണവർ. റമളാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന ആളുകൾ, റമളാനിൽ മാത്രമാണ് അവർക്ക് അല്ലാഹുവിനെ അറിയുന്നത്. അത്തരക്കാർ എന്തൊരു മോശമാണ് ചെയ്യുന്നത്, എത്ര മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് സലഫുകൾ ചോദിക്കുന്നുണ്ട്, സലഫുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീസൺ റമളാൻ അവസാനിക്കുന്നതോടുകൂടി അമലുകൾ നിർത്തിവെച്ചുകൊണ്ട് ജീവിതത്തിന് പണ്ട് ചെയ്തു പോയിട്ടുള്ള തിന്മകളും ആ കുത്തൊഴിഞ്ഞ ജീവിതത്തിലേക്കും റമളാൻ അവസാനിച്ചതിന് ശേഷവും കടന്നു ചെല്ലുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനോഭാവം അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ റമളാൻ പൂർണ്ണമായും നമുക്ക് ലഭിച്ചിട്ടില്ല. ആ റമളാൻ കൊണ്ട് അല്ലാഹു നമുക്ക് ലഭിക്കേണ്ട ഉദ്ദേശമായി കൊണ്ട് പറഞ്ഞ കാര്യം തഖ്വ എന്നത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാൻ കഴിയുമ്പോഴേക്ക് ചിലർ പ്ലാനുകൾ ഇട്ടിട്ടുണ്ടാകും. ആ പ്ലാനുകളിൽ എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. പല വിധത്തിലുള്ള തിന്മകളിലേക്കും റമളാൻ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കടന്നു ചെല്ലാൻ എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ റമളാൻ കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിച്ചിട്ടില്ല എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാൻ അവസാനിക്കുന്ന ഈ ഒരു അവസരത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ചെയ്ത അമലുകൾക്ക് സ്വീകാര്യത നേടിയെടുക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. റമളാനിന്റെ പകലിൽ കഠിന ചൂടിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിച്ചുണ്ട്. രാത്രി നോമ്പ് തുറന്നതിന് ശേഷം ക്ഷീണമുണ്ടായിട്ടും നമ്മൾ തറാവീഹ് നമസ്കാരം നിർവഹിച്ചു. ഉറക്കം കളഞ്ഞുകൊണ്ട് നമ്മൾ തറാവീഹും ഖിയാമുൽ ലൈലും ഖുർആൻ പാരായണവുമായി നമ്മൾ കഴിഞ്ഞുകൂടി. നമുക്കാർക്കാണ് ഉറപ്പുള്ളത് ഇത് സ്വീകരിച്ചോ എന്നുള്ളത്? ചില ആളുകൾ പറയും, ഞാൻ അമല് ചെയ്യാനല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി അള്ളാഹ് ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. വിശ്വാസിയുടെ നിലപാടല്ല. സലഫുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസവും സലഫുകൾ സ്വീകരിച്ചിരുന്നത് റബ്ബേ റമദാനിൽ ഞങ്ങൾ ചെയ്ത അമലുകൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നിറക്കുവാനാണ്. ഒരുപാട് അമല് ചെയ്തു, പക്ഷേ ഇതൊക്കെ റബ്ബ് സ്വീകരിക്കണ്ടേ? ആ ആത്മാർത്ഥമായ ബോധം റബ്ബ് സ്വീകരിക്കണം. ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ട് എങ്കിൽ, എന്റെ നിയ്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ, അതെങ്ങാനും ബാത്തിലായി പോയാലോ നാളെ പരലോകത്ത് എനിക്കത് ലഭിക്കുകയില്ലല്ലോ എന്ന ചിന്തയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അത് വിശ്വാസികളുടെ ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വല്ലദീന യുഅ്തൂന മാ ആതു വഖുലൂബുഹും വജില, വല്ലദീന യുഅ്തൂ മാ ആതാഹും. അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കൽബ് എങ്ങനെയായിരിക്കും? വഖുലൂബുഹും വജില, വളരെ ഭയവിഹ്വലമായിരിക്കും, പേടിച്ചുകൊണ്ടായിരിക്കും അവർ അവരുടെ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുക, സ്വതക്കകൾ നൽകുക. മാത്രവുമല്ല, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും അവർ. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, റസൂലേ, എന്തുകൊണ്ടാണ് അവർ അല്ലാഹു നൽകിയ ആ സമ്പത്തിൽ നിന്നും അവർ ചെലവഴിക്കുമ്പോഴും എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിച്ചുകൊണ്ട് ചെലവഴിക്കുന്നത് അവരെന്ന് ചോദിച്ചു. അവരെങ്ങാനും വ്യഭിചരിച്ചവരാണോ? അതല്ലെങ്കിൽ മദ്യപിച്ചവരാണോ? അതല്ലെങ്കിൽ കൊലപാതകങ്ങളോ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതുകൊണ്ടാണോ അവർ ഭയപ്പെടുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്.
അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത് ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അങ്ങനെയല്ല, അതല്ല കാര്യം. അതുകൊണ്ടല്ല ഒരു പേടിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നത്, പേടിച്ചുകൊണ്ട് സ്വതക്കകൾ ചെയ്യുന്നത്. എന്താണ് കാര്യം? വലാകിന്ന റജുല യസൂമു വയതസദ്ദഖു വയസല്ലി, അത് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ നമസ്കരിക്കും, അവൻ സ്വതക്കകൾ നൽകും, അവൻ അതുപോലെയുള്ള നോമ്പ് അനുഷ്ഠിക്കും. ഇങ്ങനെ വഹുവ യഖാഫു അല്ലാ യതഖബ്ബലു മിൻഹു, എന്റെ റബ്ബെങ്ങാനും ഞാൻ ഈ ചെയ്യുന്ന അമൽ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ എന്ന പേടിയാണ്. ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷേ റബ്ബിത് കബൂലാക്കണ്ടേ? റബ്ബിത് നാളെ പരലോകത്ത് വരുമ്പോൾ നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്താൻ രൂപത്തിൽ അതിന് സർട്ടിഫൈഡ് ചെയ്ത ഇബാദത്തായി മാറണ്ടേ എന്ന പേടിയാണ് വിശ്വാസിക്കുണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹ് നൽകിയ സമ്പത്തിന് അതിന് എടുത്തു കൊടുക്കുമ്പോഴും പേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്, ആ ഒരു മനസ്സോടുകൂടി കൊടുക്കുന്നത്. വിശ്വാസികളെ, നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു, പക്ഷേ റബ്ബ് സ്വീകരിക്കണമെന്ന മനസ്സോടെ, ആത്മാർത്ഥതയോടെ, ഇഖ്ലാസിൽ ഒരു ഭംഗം വരുന്നുണ്ടോ എന്ന പേടിയോടെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലും നമുക്ക് അല്ലാഹുവിനോട് സ്വീകരിക്കാൻ, റബ്ബേ വന്നു പോയ തെറ്റുകൾ പുറത്തുകൊണ്ട് റബ്ബേ എന്റെ അമലുകൾ കബൂലാക്കണമേ എന്ന് ആത്മാർത്ഥമായെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഇനി ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനി ചെയ്യുന്ന അമലുകളും അങ്ങനെയാക്കി തീർക്കാൻ ഇഖ്ലാസിന്റെ അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹുവിൽ നിന്ന് തൗഫീഖ് നൽകണം. രണ്ടാമതായിക്കൊണ്ട് ഈ നന്മകൾ അല്ലാഹു സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മൾ വിട്ടുകളയരുത്. റമദാനാവുന്നതോടുകൂടി ചില നന്മകളെ നിർത്തിവെക്കുന്ന ആളുകളുണ്ട്. വളരെയധികം സൂക്ഷിക്കണം. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നന്മയുടെ തുടർച്ച എന്നത് നമ്മൾ ഒരു നന്മ ചെയ്തിട്ടുണ്ട് എന്നത് അത് സ്വീകരിച്ചു എന്നതിന് തെളിവാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹ് സ്വീകരിച്ചതിന് തെളിവാണ്. അത് നമുക്ക് ജീവിതത്തിൽ പരമാവധി മുടക്കം വരുത്താതെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നത്. നമ്മൾ റമദാനിൽ ഒരുപാട് നമസ്കരിച്ചു, 5 വക്ത് നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിൽ പരമാവധി ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ റമദാൻ കഴിയുന്നതോടുകൂടി ജമാഅത്തുമില്ല, നമസ്കാരവുമില്ല എന്നൊരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. ജമാഅത്തോടു കൂടി തന്നെ പരമാവധി നമുക്ക് എത്ര സൂക്ഷിക്കുവാൻ പറ്റുമോ അത്ര തന്നെ സൂക്ഷിച്ചുകൊണ്ട് ജമാഅത്തിലേക്ക് എത്തിക്കൊണ്ട് തന്നെ നമസ്കാരങ്ങൾ നിലനിർത്താൻ സാധിക്കണം. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കറിയാം. നമ്മള് തറാവീഹും ഖിയാമുൽ ലൈലുമായിട്ട് ഈ റമദാൻ മുഴുവൻ നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് അവിടെ മാത്രം നിൽക്കുന്നതല്ല. രാത്രി നമസ്കാരം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ സുന്നത്താണ്. ഫർള് നമസ്കാരം കഴിഞ്ഞ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന സുന്നത്ത് നമസ്കാരമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് രാത്രി നമസ്കാരമാണ്. അത് നമുക്ക് ഇശാഇന്റെ ശേഷം എത്ര നമുക്ക് കഴിയുന്ന രൂപത്തിൽ 2, 3 അല്ലെങ്കിൽ 5 റക്അത്തുകൾ നമുക്ക് നമസ്കരിക്കാം. അതല്ല തഹജ്ജുദ് ആയിക്കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇശാഇന്റെ ഉടനെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്ന ആ സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കുന്ന കൂടെ തന്നെ നമ്മൾ നിർവഹിക്കാം. അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. അത് റമദാനിൽ മാത്രമുള്ളതല്ല. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പോ ആയിക്കൊണ്ട് റസൂൽ പഠിപ്പിച്ച റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്തുകൾ നമുക്കറിയാം. അതിന്റെ പ്രതിഫലമൊന്നും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ വീടുണ്ടെന്ന് റസൂൽ പഠിപ്പിച്ച സുന്നത്താണ്. നഷ്ടപ്പെടുത്തരുത്. നമ്മൾ റമദാനിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ മരിക്കുന്നത് വരെ നമുക്ക് അത് കൊണ്ടു നടക്കാൻ ജീവിതത്തിൽ അത് കൊണ്ടുവരുവാൻ നമുക്കും സാധിക്കണം. അത് റമദാനോടുകൂടി ഉപേക്ഷിക്കേണ്ടതല്ല. മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. റമദാനിൽ നമ്മൾ ഖത്തം തീർക്കുവാൻ നല്ല പ്രയാസപ്പെട്ട് അതിനുവേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റമദാൻ കഴിയുന്നതോടുകൂടി ഖുർആൻ അടച്ചു വെക്കുന്നൊരവസ്ഥ. പിന്നെ അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും നിലയ്ക്ക് ഏതെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ മാത്രം പങ്കെടുക്കുമ്പോൾ മാത്രം തുറക്കുന്നൊരവസ്ഥയാണ് പലർക്കും ഉണ്ടാവുന്നത്. ഇതൊരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും ഉദ്ധരിച്ചുകൊണ്ടുള്ള ഹദീസ് കാണാം. ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതണം. ഒരു മാസത്തിൽ ഒരു ഖത്തമെങ്കിലും തീർക്കണം.
നമുക്കത് സാധിക്കില്ലെങ്കിൽ 40 ദിവസം കൊണ്ടെങ്കിലും ഒരു ഖത്തം തീർക്കുന്ന രൂപത്തിൽ ഖുർആൻ എന്നും ഓതുന്ന ഒരു ജീവിതത്തിന്റെ അതൊരു ശൈലിയായിക്കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. നമുക്ക് മൊബൈൽ നോക്കുന്നത് ഒരു ശൈലിയായി മാറിയല്ലോ. അത് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടല്ലോ. എത്ര സമയമില്ലാന്ന് പറയുന്ന ആളുകളും മൊബൈൽ നോക്കാൻ നമുക്ക് സമയമുണ്ട്. അത് ജീവിതത്തിന്റെ ശൈലിയായി മാറി. അതുപോലെ ഖുർആനിനെയും ചേർത്ത് വെക്കാൻ സാധിക്കും. അത് റമദാന് ലഭിക്കുന്ന തഖ്വയോടുകൂടി നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പൂട്ടിവെക്കുന്ന, ഇനി ഒരിക്കലും ഓതാതെ അതങ്ങനെ ഷെൽഫിൽ കയറ്റിവെക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും ഒരു ജുസ് എങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ കഴിയുന്നത് നമ്മളെ ടാർഗറ്റ്, നമ്മളൊരു ജുസ് വെക്കുക. ആ ജുസിൽ എത്ര കഴിയുന്നു അത്രയെങ്കിലും നമുക്ക് ഓതി ജീവിതത്തിൽ അതൊരു ചര്യയായി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വതക്കകൾക്ക് റമദാനിൽ പ്രധാന എല്ലാ അമലുകൾക്കും റമദാനിൽ ഒരുപാട് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ സ്വതക്കകളുടെ വിഷയവും ഒരുപാട് സ്വതക്കകൾ നമ്മൾ റമദാനിൽ നൽകി. സ്വതക്കകളെ സംബന്ധിച്ച് ഒരുപാട് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്നുപോകുന്ന തിന്മകളെ മായ്ച്ചു കളയുന്ന നന്മയാണ് സ്വതക്ക. നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് തരുന്ന കാര്യമാണ് സ്വതക്ക. സ്വതക്കയിലൂടെയാണ് സമ്പത്തിന് വർധനവുണ്ടാവുക. ഒരിക്കലും സ്വതക്ക നൽകിയാൽ അവന്റെ മാല് കുറഞ്ഞു പോകുമോ, സമ്പത്ത് ഇല്ലായ്മ ചെയ്യുമോ എന്നത് നിങ്ങൾ ഭയക്കണ്ട. അതിന് അല്ലാഹു നൽകും, അത് ഉറപ്പാണ്. അത് നമുക്ക് ആ ഒരു ഈമാനോടുകൂടി സ്വതക്ക നൽകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുവോളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട നന്മയാണ്. റമദാനിൽ മാത്രം അവിടെ അവസാനിപ്പിക്കേണ്ട നന്മയല്ല എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന് സുന്നത്ത് നോമ്പുകളാണ്. റമദാനിൽ മുഴുവൻ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ ആ റമദാനിൽ മാത്രം നിർത്തിവെക്കേണ്ടതല്ല നോമ്പ്. ഒരുപാട് സുന്നത്ത് നോമ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സുന്നത്ത് നോമ്പുകളിൽ കഴിയുന്നതൊക്കെ നമുക്ക് നിർവഹിക്കാം. അല്ലെ, 6 നോമ്പ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുക. അതിനുശേഷം വെള്ളിയും തിങ്കളും വ്യാഴവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചു. അയ്യാമുൽ ബിഅദ്, എല്ലാ അറബി മാസത്തിലെയും 15, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇനി മുഹറമിലും മറ്റുമായി റസൂലുള്ളാഹി പഠിപ്പിച്ച വേറെയും സുന്നത്ത് നോമ്പുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. റമദാനോട് കൂടി മാത്രം അവസാനിപ്പിക്കുകയല്ല, നമുക്ക് തുടരണം. ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. ആ സുന്നത്ത് നോമ്പുകളിലൂടെ നമ്മൾ അതിലേക്ക് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. മറ്റൊരു കാര്യം, നന്മ നിർത്തിവെക്കാത്തവർക്ക് പോലെ തന്നെയാണ് തിന്മകൾക്ക് തുടക്കം കുറിക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളത്. നമ്മൾ ഒരുപാട് തിന്മകളെ റമദാനിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ശാരീരികമായി കൊണ്ട് ഭക്ഷണങ്ങൾ കഴിക്കാതെ വെള്ളം കുടിക്കാതെ റബ്ബിന്റെ മുമ്പിൽ നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ തന്നെയും പല തിന്മകളും ആത്മീയമായ നിലക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് ഉറപ്പാണ് റമദാനോട് കൂടി നമുക്ക് ആ തിന്മയെ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന്. ചില ആളുകൾ പറയും ചില അഡിക്ഷനുകൾ എനിക്ക് മാറ്റാൻ സാധിക്കുകയില്ല. പക്ഷേ ആ റമദാനിന്റെ നോമ്പ് അല്ലാഹു സഹായത്തോടു കൂടി അത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടാവും. റമദാനിൽ അത് നമുക്ക് തുടരണം. ഹറാമിലേക്ക് നോക്കുന്ന, അതുപോലെയുള്ള തിന്മകളുടെ സംസാരങ്ങൾ നടത്തുന്ന, ഗീബത്തും നമീമത്തും കളവുകളും നടത്തുന്ന, അതുപോലെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തോന്നിവാസങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഇല്ലാതാക്കണമെന്നതാണ്. കാരണം റമദാനിൽ നമുക്ക് നന്മകൾ ചെയ്യാനും ആരാധനകൾ ചെയ്യാനും ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ആനുകൂല്യമായി കൊണ്ട് നിന്നിട്ടുണ്ട്. സമൂഹം നമുക്ക് എല്ലാവരും ഒന്നിച്ച് നന്മകൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് കൂടാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കെട്ടിയിട്ടിട്ടുണ്ട്. എല്ലാ അവസരവും നമുക്ക് റമദാനുണ്ട്. എന്നാൽ ഇതിൽ നിന്നും എല്ലാ വ്യത്യസ്തമായ അവസരത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ കഴിയുന്നതോടുകൂടി കെട്ടഴിച്ചുവിടും. സാമൂഹികമായിക്കൊണ്ട് തന്നെ റമദാനിൽ കിട്ടിയ ഒരു ഈമാൻ ആളുകൾക്ക് കിട്ടുകയില്ല. പിശാച് ഒഴുങ്ങിയിറങ്ങും. ഹവയിൽ തന്റെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നുകൊണ്ട് എല്ലാ തിന്മകളിലേക്കും പോകാൻ വേണ്ടി പിശാച് പിന്നാലെ കൂടും. അതല്ലേ പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ മുബീൻ. വ്യക്തമായ
ഒരു ശത്രുവാണ് നിങ്ങൾക്ക് പിശാച്. നിങ്ങൾ പോകുന്ന വഴിയിലിരിക്കും, നിങ്ങളുടെ ഓരോ ചലനങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ തിന്മയിലേക്ക് എത്തിക്കാൻ വലിച്ചുകൊണ്ടേയിരിക്കും. വലിയ ശ്രദ്ധ വേണം. ആ ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ റമദാനിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടത്. പിശാച് എന്റെ കൂടെയുണ്ടാകും, പല തിന്മകളിലേക്കും എന്നെ മനസ്സ് വലിച്ചു കൊണ്ടുപോകും. പക്ഷേ ആ റമദാനിൽ നേടിയെടുത്ത ചൈതന്യം തഖ്വ, അതിലൂടെ റബ്ബിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ, അള്ളാഹുവാണ് എന്റെ റബ്ബെന്ന് പ്രഖ്യാപിച്ച മുഅ്മിനിനും എന്റെ ജീവിതത്തിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നും വരികയില്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച് അതോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. തിന്മകളെ തുടരാനല്ല റമദാനിന് ശേഷം നമ്മൾ തയ്യാറാവേണ്ടത്, ആ തിന്മകളെ അവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ്. ഇനി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് തീരുമാനിക്കാം. അങ്ങനെ വിശ്വാസികളാകുമ്പോഴാണ്, ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റമദാൻ കഴിയുന്നതോടുകൂടി, വിട പറയുന്നതോടുകൂടി ഈ കിട്ടിയ ഈമാനും തഖ്വയും നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടി ആയിരിക്കണം ഒരു വിശ്വാസി ഇനിയുള്ള ദിവസങ്ങളെ നോക്കിക്കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ വിട പറയുമ്പോൾ ആ റമദാനിൽ നേടിയെടുത്ത ഈമാനും തഖ്വയും അവസാനിപ്പിക്കുകയല്ല, അത് ഇനിയുള്ള നന്മകളിലേക്കും തിന്മകളെ സൂക്ഷിക്കുന്നതിലേക്കുമുള്ള ഊർജമാണ് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി. റമദാനിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് ഫിത്ർ സക്കാത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുസ്ലിമിന്റെ മേലിൽ അല്ലാഹുവിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്നത്. അത് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. ഭക്ഷണം കഴിക്കാൻ ഉള്ള വക മാറ്റിവെച്ചുകൊണ്ട് ബാക്കി എന്തെങ്കിലും സമ്പത്ത് ബാക്കിയുള്ള ഏതൊരു മുസ്ലിമും ഉണ്ടോ ആ മുസ്ലിം ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം. അത് ജനിച്ച ഒരു ചെറിയ കുട്ടി മുതൽ ഏറ്റവും വലിയ ആൾക്ക് വരെ എല്ലാവർക്കും നൽകിയിരിക്കണം എന്നതാണ്. ഫിത്ർ സക്കാത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത് എന്ന് ചോദിക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് തന്നെയാണ് അതിന് തെളിവ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ. സകാത്തുൽ ഫിത്ർ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കി. തുഹ്റതൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫഫി. നോമ്പ് സമയത്ത് ലഗ്വ്, എന്റർടൈൻമെന്റുകളിലും അതുപോലെയുള്ള അനാവശ്യ സംസാരങ്ങളിലും ചെലവഴിച്ച അങ്ങനെ വന്ന ചില അപാകതകളുണ്ട് വിശ്വാസികൾക്ക്. അത് പരിഹരിക്കാനാണ് തുഹ്റതൻ, അത് പരിഹരിക്കാനാണ് ഫിത്ർ സക്കാത്ത്. നമുക്കൊക്കെ അറിയാം, എത്ര സൂക്ഷ്മത കൈവരിച്ചാലും ചില സംസാരങ്ങളിലൂടെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പല തിന്മകളും ചിലപ്പം വന്ന് കടന്നു പോകും. ചെറിയ ചെറിയ അശ്രദ്ധകളിലൂടെ പലതും നമ്മളിൽ വന്നു പോയിട്ടുണ്ടാകും. എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലതെല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഫിത്ർ സക്കാത്ത് എന്നത്.
നമുക്കറിയാം ഫർള് നമസ്കാരങ്ങൾ എന്തെങ്കിലും കുറവുകൾ വന്നാൽ നമ്മൾ സഹ്വിന്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കുന്നത് പോലെ നമ്മുടെ നോമ്പുകളിലും റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പിഴവുകളുണ്ട് എങ്കിൽ ഫിത്ർ സക്കാത്തിലൂടെ നമുക്കത് പരിഹരിക്കുവാൻ സാധിക്കുമെന്നതാണ്. അതുപോലെ തന്നെ മിസ്കീനുകൾക്ക് ഭക്ഷണമായിക്കൊണ്ടാണ് സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. സക്കാത്തുൽ ഫിത്ർ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് നൽകുവാൻ പറ്റുക. മുസ്ലിമീങ്ങൾക്കാണ് നൽകേണ്ടത്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഫഖീറായിട്ടുള്ള ആളുകൾക്കാണ് നൽകേണ്ടത്, മിസ്കീങ്ങൾക്കാണ് നൽകേണ്ടത്. ആ മിസ്കീങ്ങൾക്ക് നൽകുമ്പോ ആ മിസ്കീങ്ങൾ റമദാൻ ഈദിന്റെ ദിവസത്തിൽ ഒരു മുസ്ലിമും ആ ദിവസത്തിൽ പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എല്ലാ നിലക്കും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും സാധിക്കണമെന്ന ഹിക്മത്താണ് സക്കാത്തുൽ ഫിത്റിലൂടെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ സക്കാത്തുൽ ഫിത്റിൽ ശ്രദ്ധിക്കേണ്ടത് അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കണം. അത് നമുക്ക് സ്വന്തം നിലയ്ക്ക് മിസ്കീങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഏറ്റവും അർഹപ്പെട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. അത് ഭക്ഷണമായിട്ട് കൊടുക്കാം. ഏതെങ്കിലും നല്ല സാധാരണ നിലക്കുള്ള നാട്ടിലുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പണം നൽകാൻ പറ്റൂല. നേരിട്ട് മിസ്കീങ്ങൾക്ക് നൽകുകയാണെങ്കിൽ പണം നൽകാൻ പറ്റുകയില്ല. ഭക്ഷണം നൽകുകയാണ് വേണ്ടത് എന്നതാണ് പണ്ഡിതന്മാരെല്ലാം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് എല്ലാവരും ഒന്നിച്ച് അതിനെ പണം ശേഖരിക്കുകയും ആ കൂട്ടായ്മ അവർക്ക് അതിന് കൃത്യമായ അവകാശികൾക്ക് നൽകുന്നുണ്ട് എങ്കിൽ അവരെ നമുക്ക് പണമോ അല്ലെങ്കിൽ ഭക്ഷണമോ ആയിട്ട് അവരെ നമുക്ക് നൽകാൻ ഏൽപ്പിക്കാം. അതിൽ തെറ്റില്ല. അങ്ങനെ കൂട്ടമായിട്ട് നൽകുമ്പോൾ അതിൽ ഏറ്റവും എല്ലാവരെയും പരിഗണിച്ച് നൽകുവാനും സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ കൃത്യമായി അതൊരിക്കലും വീട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അവകാശികൾക്ക് നൽകണം. അതല്ലാതെ ആർക്കെങ്കിലും നൽകിയിട്ട് കാര്യമില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ചെയ്യാറുള്ളത് സ്വന്തം അയൽവാസിക്ക് കൊടുക്കും, അയൽവാസി നാളും കൊടുക്കുന്ന ആളും മേടിക്കും. അത് ശരിയല്ല. അത് മിസ്കീങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. അതിന്റെ നിലയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത നല്ല പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് തന്നെയാണ്, അതിന്റെ അവകാശികൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ അപ്പുറത്തും ഇങ്ങോട്ടും നൽകിയാൽ സക്കാത്തുൽ ഫിത്ർ വീടുന്നതല്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പിന്നെ നൽകുകയാണെങ്കിൽ സക്കാത്തുൽ ഫിത്റായി അത് പരിഗണിക്കപ്പെടുകയില്ല. അതിന് പകരം അത് സ്വതക്കയായിട്ടാണ് പരിഗണിക്കപ്പെടുക. സക്കാത്തുൽ ഫിത്ർ വീടുകയുമില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരുപാട് സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്തുകളൊക്കെയും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും പെരുന്നാളിൻ ദിവസത്തിലേക്ക് ഈദ് മുസല്ലയിലേക്ക് കടക്കേണ്ടത്. ഒന്നാമതായിക്കൊണ്ട് കുളിച്ചുകൊണ്ടായിരിക്കണം പെരുന്നാൾ മുസല്ലയിലേക്ക് നാം ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടത്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക, ഏറ്റവും പുതിയത് ധരിക്കുക. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ഈദ് മുസല്ലയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അതുപോലെ തന്നെ സുഗന്ധം പൂശുക. നല്ല ആളുകൾക്ക് പരിമളം ഏകുന്ന നല്ല രൂപത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പെരുന്നാൾ മുസല്ലയിലേക്ക് കിടക്കേണ്ടത്. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന്റെ ഈദ് നമസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവുക എന്നതാണ് സുന്നത്ത്. എന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സുന്നത്ത് കിട്ടാൻ ഉതകുന്ന എന്തെങ്കിലും ഒരു ചെറുത് കഴിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പോവുക. അതുപോലെ തന്നെ ഈദ് മുസല്ലയിലേക്ക് നമുക്ക് നടന്നു പോകാൻ സാധിക്കുമെങ്കിൽ നടന്നു തന്നെ പോവുക. വാഹനത്തിൽ പോകാം. ഈ വാഹനത്തിൽ വരുന്നവർ തന്നെയും കുറച്ചു ദൂരം വാഹനം നിർത്തിക്കൊണ്ട് ഈദ് മുസല്ലയിലേക്ക് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി നടക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ സുന്നത്തും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തക്ബീറുകൾ മുഴക്കുക. ഒരുപാട് തക്ബീറുകൾ. അത് ഈദിന്റെ സമയം മാത്രമല്ല, ആ പെരുന്നാളിന്റെ മാസം കണ്ടത് മുതൽ ഈദ് തക്ബീറുകൾ ധ്വനികൾ നമ്മൾ ഓരോരുത്തരും മുഴക്കിക്കൊണ്ട് ആ തക്ബീറിന്റെ സുന്നത്തുകളും കൂടി എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈദ് മുസല്ലയുടെ ഈദ് ദിവസത്തെ നമ്മൾ കാക്കേണ്ടത്. ആ ഈദിന്റെ മര്യാദയെ കളഞ്ഞു കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ അതിന്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും ബാക്കി വരുന്ന കഴിഞ്ഞു പോയ ദിവസങ്ങളെ ചെയ്ത അമലുകൾ സ്വീകരിക്കപ്പെടുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു റമദാനിൽ നമ്മൾ എത്തുമോ എന്നത്
അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആ റമദാനിൽ എത്തുവാനും ആ റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ ഏറ്റവും നല്ല ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ ഒരുപാട് പേർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ ഒരുപാട് പേർ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖിമിസ് സ്വലാഹ്.